ഹലോ എവ്രിവൺ. നമുക്കിന്നൊരു യാത്ര പോയാലോ? 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഗ്ഡാൻസ്ക് തന്നെ ബിൽഡ് ചെയ്ത് തുടങ്ങിയ ഈ ഒരു സിറ്റിയുടെ ഹാർട്ടിലേക്ക്, ടു ദ ഓൾഡ് ടൗൺ. ദ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നതിനപ്പുറം നിങ്ങൾ ഈ കാണുന്ന ഓരോ ബിൽഡിങ്സിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമ്മുടെ ഈ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വലിയ ഇൻസിഡൻ്റ് കഥകൾ, നിശബ്ദതയുടെയും ഒരുപാട് നിലവിളികളുടെയും കഥകൾ. വർഷം 1939, കൃത്യമായി പറഞ്ഞ സെപ്റ്റംബർ 1 തീയതി. ജർമ്മനിയുടെ യുദ്ധക്കപ്പൽ ഷ്ലെസ്വിഗ് ഹോൾസ്റ്റീൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഗ്ഡാൻസ്കിന് വെറും 11 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള വെസ്റ്റർ പ്ലാറ്റെ എന്ന് പറയുന്ന ഒരു ദ്വീപിലെ പോളിഷ് സൈനിക താവളത്തിലേക്ക് ആക്രമണം നടത്തി. അതെ, ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോകത്തിലെ തന്നെ ആകെ പിടിച്ചു കുലുക്കിയ ആ ഒരു ഇൻസിഡൻറ്റ് സ്റ്റാർട്ടാകുന്നത്, ദ വേൾഡ് വാർ 2. ഇതേ സമയം തന്നെ പോളിഷ് പോസ്റ്റ് ഓഫീസും ആക്രമിക്കപ്പെട്ടു. പിന്നീട് നടന്നതെല്ലാം ക്രൂരമായ നാസി യുദ്ധകൃത്യങ്ങളായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. 1945 ആയപ്പോഴേക്കും ഗ്ഡാൻസ്ക് മുഴുവനായും, നമ്മൾ ഈ കാണുന്ന ഓൾഡ് ടൗൺ മുഴുവനായും ഓൾമോസ്റ്റ് 90% സോവിയറ്റ് ആർമി ബോംബിട്ട് തകർത്തു. പിന്നീട് നടന്നത് ഗ്ഡാൻസ്കിൻ്റെയും ഓൾഡ് ടൗണിൻ്റെ എല്ലാം റീബിൽഡിംഗ് ഫേസ് ആയിരുന്നു. പഴയ ജർമ്മൻ ശൈലിയിലല്ല, പുതിയ പോളിഷ് ശൈലിയിൽ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വെട്ടമൊക്കെ ആയാലോ? സോ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓൾഡ് ടൗൺ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇത് കാണാൻ ശരിക്കും നല്ല ഭംഗിയാണ്. നമ്മൾ ഈ ഫെയറി ടെയിലൊക്കെ കാണില്ലേ, അതുപോലൊരു ആംബിയൻസ് ആണ് ഇതിലേക്കൂടെ നടക്കുമ്പോൾ. ശരിക്കും ഒരു സ്ട്രീറ്റ്സിലൂടെ ഒക്കെ നടക്കുമ്പം വല്ലാത്തൊരു ഫീൽ കിട്ടുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അറിഞ്ഞ കഥകളും ഈ വലിയ വലിയ ഇൻസിഡൻസ് എല്ലാം ഇതേ സ്ട്രീറ്റ്സിലാണല്ലോ പണ്ട് നടന്നത് എന്നാലേക്കും കിട്ടുന്ന ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇതെല്ലാം കംപ്ലീറ്റ്ലി തകർത്ത് കളഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാണ്ട് ഒരു വലിയ തിരിച്ചുവരവ് നടത്തി ആ പഴയ ബ്യൂട്ടി തിരിച്ചു പിടിച്ച് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ഡാൻസ്കിൻ്റെ ആ ഒരു പവറിനെ പറ്റിയിട്ട്. അപ്പോൾ ബ്രിഡ്ജ് തന്നിട്ടുണ്ട്, ഇനി നമുക്ക് അപ്പുറം പോയിട്ട് ബാക്കി കഥ പറയാം. നമ്മുടെ കുബേരൻ സിനിമയിൽ ദിലീപേട്ടൻ നിൽക്കുന്ന കൂട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ? ഞങ്ങൾ ആദ്യം കരുതിയത് പുള്ളിക്കാരി പ്രതിമയാണെന്ന്, പിന്നീട് മനസ്സിലായി പുള്ളിക്കാരിക്കൊപ്പം അനക്കമൊക്കെ ഉണ്ടെന്ന്. പുള്ളിക്കാരി ഫുൾ ചില്ലായിരുന്നു. ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കാൻ ഒന്ന് ബാക്കിലേക്കായെങ്കിലും പുള്ളിക്കാരി നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് വാ നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞത് ഇൻസ്റ്റഗ്രാം ID ഒക്കെ തന്നിട്ടാണ് വിട്ടത്. പിന്നെ നമ്മുടെ ഗ്ഡാൻസ്കിനെയും ഓൾഡ് ടൗണൊക്കെ ഓർത്തിരിക്കാൻ നമ്മൾ കുറച്ച് സുവനിയേഴ്സൊക്കെ മേടിച്ചു. നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മളെ ഡേ അങ്ങ് റാപ്പപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, സോ വിൽ മീറ്റ് യു ബിഫോർ ദ നെക്സ്റ്റ് ബ്ലർ. ബൈ ബൈ.